നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ ലോകകപ്പിൽ അതിഗംഭീരമായ കളിക്കാർക്കൊക്കെ പിറകെ വലിയ ഓഫറുകളായിട്ട് ക്ലബ്ബുകൾ, അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നായാലും ഇറ്റാലിയൻ ലീഗിൽ നിന്നായാലും ലാലിഗയിൽ നിന്നായാലും ഒക്കെ വലിയ വലിയ ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ലീഗുകളിൽ നിന്ന് വലിയ ക്ലബ്ബുകൾ ഈ കളിക്കാരെ നോട്ടമിട്ട് അവരുടെ പിറകെ വലയുമായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില മികച്ച ഓഫറുകൾ കിട്ടിയ ചില കളിക്കാരുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ബെൽജിയത്തിൻ്റെ ക്യാപ്റ്റനായ യൂറി ടിലെമൻസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകും ടിലെമൻസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 29 വയസ്സുള്ള മിഡ്ഫീൽഡർ ആയിട്ടുള്ള ടിലെമൻസ് ഇപ്പോൾ ആസ്റ്റൺ വില്ലയുടെ താരമാണ്. അദ്ദേഹം അവിടുന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. 2028 ജൂൺ വരെയാണ് വില്ലയുടെ കരാറുള്ളത്, വില്ലയുമായിട്ട് ടിലെമൻസിന് കരാറുള്ളത്. വില്ലയ്ക്ക് 451 കോടി രൂപ നൽകി ടിലെമൻസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. 451 കോടി രൂപ ആസ്റ്റൺ വില്ലയ്ക്ക് കൊടുത്തിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങും എന്നാണ്. ടിലെമൻസ് ബെൽജിയത്തിൻ്റെ അതിനിർണായകമായ 2 ഗോളുകൾ അടിച്ചിരുന്നു ഈ ലോകകപ്പിൽ. അതോടുകൂടിയാണ് ടിലെമൻസ് ഭയങ്കര ആവശ്യമുള്ള ഒരു കളിക്കാരനായിട്ട് മാറിയത്. മറ്റൊരാൾ അന്റോണിയോ നുസയാണ്. 21 വയസ്സുള്ള ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നോർവേയുടെ ഇടതുവിങ്ങിൽ ഗംഭീരമായിട്ട് കളിച്ചിട്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. ജർമ്മൻ ലീഗിലെ ലൈപ്സിഗിൻ്റെ താരമാണിപ്പോൾ. ടോട്ടനം ഹോട്ട്സ്പറും ആഴ്സണലും ഒക്കെ ഇപ്പോൾ ഈ താരത്തിന് പിറകെയാണ്. ആരുടെ? അന്റോണിയോ നുസയുടെ പിറകെയാണ്. വലിയ ഓഫറുകളാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരാളാണ് ഗിൽബർട്ടോ മോറ. ഈ ലോകകപ്പിൽ 2026 ലോകകപ്പിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്, മെക്സിക്കൻ താരമാണ്. മോറയുടെ കളി കണ്ട് എല്ലാവരും ഹർഷപുളകിതരായതാണ്. അത്ര ഉജ്ജ്വലമായിട്ട് കളിച്ച ഒരു കളിക്കാരനാണ്. മോറയെ ടീമിലെത്തിക്കാൻ ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, ആഴ്സണൽ 5 ക്ലബ്ബുകളാണ് അദ്ദേഹത്തിന് പുറകെ കൂടിയിരിക്കുന്നത്. 440 കോടി രൂപയാണ് പരമാവധി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോറയ്ക്ക് ചെറിയ കളിയൊന്നുമല്ല മോറയുടെയൊക്കെ കാര്യത്തിൽ. അതുപോലെ വേറൊരാൾ ബോസ്നിയൻ കളിക്കാരനായ ടാരിക് മുഹറമോവിച്ചാണ്. അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന കളിക്കാരനാണ്. സീരിയയിലെ സാസ്വലോ, ഇറ്റാലിയൻ സീരിയയിലെ സാസ്വലോവിൻ്റെ കളിക്കാരനാണ്. യുവൻറ്റസും, അതായത് ഇറ്റലിയിലെ തന്നെ യുവൻറ്റസും സണ്ടർലാൻഡും ഒക്കെ, ഈ ക്ലബ്ബുകളൊക്കെ മുഹറമോവിച്ചിനെ ടീമിലെത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായി പണിയെടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ അയൂബ് ബൗദി, അത് പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അയൂബ് ബൗദിയെ ശ്രദ്ധിക്കാത്ത ഒരൊറ്റ ഫുട്ബോൾ പ്രേമിയും ഉണ്ടാവില്ല ഈ ലോകകപ്പിൽ. മൊറോക്കോയുടെ 19 വയസ്സുള്ള അത്യുജ്വലനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള മിഡ്ഫീൽഡറാണ്. ഫ്രഞ്ച് ലീഗിലെ ലില്ലിയുടെക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനൽ കൂടി കളിച്ചോടെ 18 വയസ്സിൽ 5 ലോകകപ്പ് മത്സരം കളിക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീനേജ് താരം എന്ന റെക്കോർഡ് ബൗദി സ്വന്താക്കിയിട്ടുണ്ട്. എന്തായാലും അതിഗംഭീര പണത്തിനാണ്, വിലയ്ക്കാണ് ബൗദിയെ നോട്ടമിട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ വിപണിയിൽ ഗംഭീര തുകയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. 1100 കോടി രൂപയാണ്. 1100 കോടി രൂപ. ആഴ്സണൽ, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവരൊക്കെ ബൗദിയെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 1100 കോടി രൂപയൊക്കെയാണ് ഒരാൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അദ്ദേഹത്തിൻ്റെ ആവശ്യം എത്ര ഉണ്ട് എന്നുള്ളത്. അതുപോലെ മറ്റൊരു കളിക്കാരൻ എലൈജ ജസ്റ്റ്, അത് ന്യൂസിലാൻഡിൻ്റെ അത്രയൊന്നും പേര് കേട്ടിട്ടില്ലാത്ത ഒരു ടീമിൻ്റെ എലൈജ ജസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. 3 ഗോളാണ് എലൈജ ജസ്റ്റ് ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പിൽ നേടിയത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല പോലെ ക്ലബ്ബുകൾ പിറകെ കൂടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സെൽറ്റിക്, ടൊളൂസ് ഇവരൊക്കെ ഇയാൾക്ക് വലിയ പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റൊരാൾ എംബക്കെ സെലി എംബോക്കാസി, ദക്ഷിണാഫ്രിക്കയുടെ 20 വയസ്സുള്ളൂ. ദക്ഷിണാഫ്രിക്കയുടെ താരമാണ്. സെൻറ്റർ ബാക്കായിട്ടാണ് ഈ എംബോക്കാസി കളിക്കുന്നത്. ലോകകപ്പിലെ 4 മത്സരങ്ങളിലും ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു എംബോക്കാസി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാപ്പോളി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നീ ടീമുകളൊക്കെയാണ് പുള്ളിയെ പരിഗണിക്കുന്നത്. അപ്പോൾ എംബോക്കാസിയുടെ കാര്യത്തിലും ഏതാണ്ട് മികച്ച ഓഫറിൽ തന്നെ അദ്ദേഹം ഇനിയുള്ള കാലം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുമെന്നാണ് അറിയുന്നത്. മറ്റൊരാൾ ജൂലിയൻ കിനോനസ്.
മെക്സിക്കോയുടെ ഈ ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ചത് ജൂലിയൻ കിനോനസ് ആയിരുന്നു. മെക്സിക്കോയുടെ ആയിരുന്നു ആദ്യത്തെ കളി. അത് മെക്സിക്കോയ്ക്ക് വേണ്ടി ജൂലിയൻ കിനോനസ് ആണ് ഈ ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ചത്. 29 വയസ്സുള്ള ഫോർവേഡാണ് കിനോനസ്. ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ ഖ്വാത്സിയയുടെ താരമാണ്. എന്തായാലും ലോകകപ്പിൽ ആകെ 4 ഗോളാണ് അടിച്ചത്. 4 ഗോൾ അടിച്ചു മെക്സിക്കോയ്ക്ക് വേണ്ടി കിനോനസ്. ഒരു അസിസ്റ്റും ഉണ്ട് കിനോനസിൻ്റെ വകയായിട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ ക്ലബ്ബുകളാണ് ഇപ്പോൾ കിനോനസിന് പുറകെ കൂടിയിരിക്കുന്നത്. വലിയ ഓഫറുകളാണ് വയ്ക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ താരങ്ങളെല്ലാം ഏതാണ്ട് ഞാൻ ഒരു 8 താരങ്ങളുടെ പേര് പറഞ്ഞു. ഈ 8 താരങ്ങൾ ടീലമെൻസ് തൊട്ട് കിനോനസ് വരെയുള്ള 8 താരങ്ങൾക്കും വലിയ ഓഫറുകളാണ് വരുന്നത്. എന്തായാലും ഈ ലോകകപ്പ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുദ്രയായി മാറിയിരിക്കുന്നു.